കഥ സൗര്യപൂർ ഗ്രാമത്തിന്റെ കഴിവുള്ള കുട്ടി അർജുൻ്റേതാണ്. അവൻ എല്ലാ കാര്യത്തിലും മികച്ചവനാണ്. അത് പഠിത്തമായാലും കളിയായാലും മറ്റുള്ളവയായാലും ശരി. മികച്ച ബുദ്ധി കൊണ്ടും തന്റെ കഴിവുകൊണ്ടും അവന്റെ സ്കൂളും ഗ്രാമവും അവനെ മികച്ചവനായി കരുതി. ഒരു ദിവസം അർജുനും അവന്റെ കൂട്ടുകാരും കാട്ടിൽ ചുറ്റി നോക്കാനായി പോകാമെന്ന് കരുതി. ഗ്രാമത്തിനടുത്ത് തന്നെ ഒരു വലിയ കാടുണ്ടായിരുന്നു. അത് വ്യത്യസ്തവും ഭംഗിയുള്ളതുമായിരുന്നു. ആ കാടിലേക്ക് പോകണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാ ശരി, നാളെ നമ്മൾ എല്ലാരും ചേർന്ന് ആ കാട് ചുറ്റി നോക്കാൻ പോകാം. തീർച്ചയായും. അടുത്ത ദിവസം കുട്ടികളെല്ലാം അവരവരുടെ ബാഗ് തയ്യാറാക്കി പിന്നെ രാവിലെ തന്നെ കാടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവർ മരങ്ങളിൽ കയറുക, പിന്നെ ചെറിയ ചെറിയ നദികൾ കടന്നു പോവുക എന്നിവയൊക്കെ ചെയ്തു. ഗോലു ഗോലു, വെള്ളത്തിന്റെ വേഗത കൂടുതലാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വാ, ഇല്ലെങ്കിൽ താഴെ വീണു പോകും. വീണു പോയാൽ മൂழ்കി പോകും. അല്ല, ഞാൻ വീഴാതിരിക്കും. ഞാനിപ്പോൾ വീണുപോയി. അത് മനസ്സിലായി. അവർ നന്നായി ആ കാട് ചുറ്റി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അടുത്തതെന്താണെന്നാൽ കാടിന് നടുക്ക് ഒരു വലിയ പഴയ മരമുണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറുന്നതാണ്. ആ വലിയ പഴയ മരത്തിന്റെ കൊമ്പുകൾ ആകാശത്തോളം ഉയർന്നതായിരുന്നു. അർജുനന് മരം കയറുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ആ മരത്തിൽ കയറാൻ തീരുമാനിച്ചു. പക്ഷേ അർജുൻ, നീ ശരിക്കും ഇതിൽ കയറാൻ പോവുകയാണോ? എന്താ കാരണം? നീ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് വളരെ വലുതാണ്. ഇതിൽ നീ കേറിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ? മതി, നിർത്ത് മീനു. എപ്പോഴും എല്ലാ കാര്യത്തിലും പേടിക്കുന്നത് പിന്നെ തോൽവി ഏൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കയറാൻ പോകുന്നു. അർജുന്റെ കൂട്ടുകാർ അവനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവന്റെ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. അവൻ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം അവൻ ഉയരത്തിൽ ചെന്നെത്തി. മരത്തിൽ കയറിയതിനു ശേഷം താഴേക്ക് നോക്കിയതും വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവന് തോന്നി. പക്ഷേ ഏത് തടിയിലാണോ അർജുൻ നിന്നുകൊണ്ടിരുന്നത് അതിന് ബലമില്ലായിരുന്നു. അത് ഒടയുന്ന അവസ്ഥയിലായിരുന്നു. അർജുൻ പേടിച്ചുപോയി. അവന് മീനു പറഞ്ഞതെല്ലാം തന്നെ ഓർമ്മ വന്നു. പതുക്കെ പതുക്കെ അവൻ തന്റെ പിടി വിട്ടു. പിന്നെ വേഗത്തിൽ താഴേക്ക് വന്നു വീണു. എന്നെ എവരെങ്കിലും രക്ഷിക്കൂ. എന്താ? പാവം അർജുൻ താഴെ വീണ് മയങ്ങിപ്പോയി. കുട്ടികൾ പേടിച്ച് അവനെ വിളിച്ചു. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. അവസാനം മീനുവും ഗോലുവും അർജുനെ എടുത്തുകൊണ്ട് ഒരു വിധത്തിൽ വീട്ടിൽ ചെന്നെത്തി. അർജുന്റെ വീട്ടിലേക്ക് ചെന്നതും മീനു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് സമയത്തിന് ശേഷം പോലും മയങ്ങിയ അവസ്ഥയിൽ നിന്നും അർജുൻ തിരികെ വന്നില്ല. അതുകൊണ്ട് എല്ലാരും വീണ്ടും വിഷമത്തിലായിരുന്നു. അർജുന്റെ അച്ഛൻ സമയം വേസ്റ്റാക്കാതെ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചു വരുത്തി. അർജുന്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അവർ വിഷമത്തിലാണെന്ന്. ഡോക്ടർ അർജുന്റെ കുടുംബത്തിന് ചില ആലോചനകൾ പറഞ്ഞു. പിന്നെ കുറച്ചു മരുന്നുകളും നൽകി. അവസാനം മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അർജുന് ഓർമ്മ തിരികെ വന്നു. അമ്മേ, അർജുൻ മോനെ, ചേട്ടാ, മോൻ എണീറ്റു ചേട്ടാ. ദൈവത്തിന് നന്ദിയുണ്ട്, എന്റെ മകൻ ശരിയായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ദൈവത്തിന് ഒരുപാട് നന്ദികൾ. നമ്മുടെ മകൻ ഗുണം പ്രാപിച്ചു. കുറച്ചാഴ്ചകൾ വിശ്രമിച്ചതിന് ശേഷം അർജുൻ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ കാട്ടിൽ നടന്ന ആ സംഭവത്തിന് ശേഷം അവൻ വളരെ ശാന്തനായി. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നതിൽ അവന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയി. മുൻപേക്ക് കളി ഗ്രൗണ്ടിൽ അവനാണ് ആദ്യം ചെന്നെത്തുക. ഇപ്പോഴൊക്കെ ദൂരെ നിന്ന് കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും കളിക്കാൻ വിളിക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറയും. അർജുൻ, നീ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരില്ലേ? ഇല്ല, ഞാൻ വരില്ല. ഞാനിപ്പോൾ പഠിക്കണം. നീ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ. വാ, നമുക്ക് കളിക്കാം, പിന്നീട് ചെന്ന് പഠിക്കാം. ഇല്ല, നിങ്ങൾ ചെന്ന് കളിക്കൂ. മുതലിൽ ഞാൻ ഇത് പഠിക്കണം. അർജുന്റെ ഈ മാറ്റം എല്ലാവർക്കും വളരെ ആശ്ചര്യമായിരുന്നു. അവൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ മുൻപത്തെ അത്ര ആത്മവിശ്വാസമില്ല. നോക്കൂ അർജുന്റെ അമ്മേ, നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതിന് മുഖ്യമായ കാര്യമുണ്ട്. എന്നുവെച്ചാൽ എന്തു പറ്റി? അർജുൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ?
തെറ്റല്ല. പക്ഷേ അർജുൻ മുൻപത്തെ പോലെ കളിയും കഴിക്കുന്നില്ല. തനിച്ചിരിക്കുന്നു, എപ്പോഴും പേടിച്ചിരിക്കുന്നു, ശാന്തരായിരിക്കുന്നു. അവൻ എല്ലാ മത്സരത്തിൽ നിന്നും അവൻ്റെ പേര് തിരിച്ചെടുത്തു. ഇത് അവനക്ക് നല്ല കാര്യമല്ല. അത് കാട്ടിൽ അവന് നടന്ന സംഭവം കാരണം അവൻ അല്പം മാറിപ്പോയി. അവൻ ഉയരം കണ്ടാൽ തന്നെ പേടിക്കുന്നു. നമ്മൾ അവൻ്റെ പേടി പോക്കുന്നത് വളരെ ആവശ്യമാണ്. അടുത്ത ആഴ്ച സ്കൂളിൽ നിന്ന് കുട്ടികളെ മല ചുറ്റി നോക്കാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഞങ്ങളോടൊപ്പം അർജുനും വരണമെന്ന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവൻ എല്ലാവരോടും സംസാരിക്കും. അവൻ്റെ പേടിയും അവനെ വിട്ടുപോകും. ടീച്ചർ പറഞ്ഞത് നേരാണ്. അർജുന്റെ പേടി പോകണമെങ്കിൽ അവൻ എല്ലാവരോടൊപ്പമും ചേർന്നിരിക്കണം. അവൻ ഒരുപാട് പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷെ അർജുനെ സമ്മതിപ്പിക്കുന്നത് സാധാരണമല്ല. പക്ഷെ പറയുമല്ലോ, ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല എന്ന്. അർജുൻ ഇക്കാര്യത്തിന് സമ്മതിക്കാൻ വേണ്ടി അർജുന്റെ അമ്മ ഒരു നല്ല ബുദ്ധി പ്രയോഗിച്ചു. അർജുൻ മോനെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തു പറ്റി അമ്മേ? നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഇന്ന് നിന്റെ സ്കൂളിലേക്ക് പോയി നിന്റെ ടീച്ചറിനെ കണ്ടു. ടീച്ചർ എന്താ പറഞ്ഞു അമ്മേ? ടീച്ചർ എന്തു പറഞ്ഞെന്നാൽ, അർജുൻ നല്ല ബുദ്ധിശാലിയാണ്. ഇപ്പോഴൊക്കെ അവൻ വളരെ ശാന്തനായിരിക്കുന്നു. പിന്നെ മല കയറാനും അവൻ തന്റെ പേര് നൽകിയെന്ന് പറഞ്ഞു. നിനക്ക് ശരിക്കും അതിൽ പോകാൻ ഇഷ്ടമില്ലേ മോനെ? അമ്മയുടെ ആ ചോദ്യം അർജുനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അയ്യോ, ഇങ്ങനെ കരയാൻ പാടില്ല മോനെ. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അമ്മേ, പക്ഷേ എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനാ പേടി? ഞാൻ വീണ്ടും വീണു പോകും, പിന്നെ മരിച്ചു പോകും. അങ്ങനെ പറയരുത് മോനെ. ഇത് നിന്റെ വെറും പേടിയാണ്, മറ്റൊന്നുമല്ല. ഈ പേടി മാറ്റാൻ നീ മല കയറാൻ പോയി തന്നെ ആകണം. ഇല്ല, ഞാൻ പോകില്ല, പോകില്ല, ഞാൻ പോകില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിന്നോട് രഹസ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രഹസ്യമോ? എന്താ രഹസ്യം അമ്മേ? എല്ലാരും പറയുന്നു ആ വലിയ മലയിൽ ഒരു സ്വർണ്ണമുട്ടയുണ്ടത്രേ. അത് നമ്മുടെ മുൻഗാമികൾ അവിടെ മറച്ചു വെച്ചതാണത്രേ. സ്വർണ്ണമുട്ടയാണോ? പക്ഷേ എന്തിനാ? ആ സ്വർണ്ണമുട്ട കൊണ്ട് എന്താ ചെയ്യാ? ആ സ്വർണ്ണമുട്ടയിൽ എന്തോ ഒരു വിചിത്രമായ ശക്തിയുണ്ടെന്ന് പറയുന്നു. അത് നമ്മളെ വളരെ ബലശാലിയാക്കുമത്രേ, പിന്നെ ധൈര്യശാലിയായും. നേരാണോ? ഇപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് പറ? നിനക്കവിടെ പോകാൻ ഇഷ്ടമില്ലല്ലോ, നീ അത് വിട്ടേക്ക്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ അർജുൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ മനസ്സിൽ ആ സ്വർണ്ണമുട്ട എടുക്കണമെന്ന ആഗ്രഹം വന്നു. പക്ഷേ ഉയരത്തെക്കുറിച്ചുള്ള പേടി അവനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അർജുന്റെ അമ്മ തോൽവി സമ്മതിച്ചില്ല. ദിവസവും അർജുനോട് ചെന്ന് അവരാ സ്വർണ്ണമുട്ടയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആ സ്വർണ്ണമുട്ട കാരണം എന്തൊക്കെ കിട്ടുമെന്നും പറയുമായിരുന്നു. ദിവസവും ആ സ്വർണ്ണമുട്ടയുടെ കഥ കേട്ട് കേട്ട് അർജുന്റെ മനസ്സ് മാറാൻ തുടങ്ങി. അവൻ രാത്രി പകലായി ആ സ്വർണ്ണമുട്ടയെക്കുറിച്ച് ചിന്തിച്ചു. അവൻ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ആഗ്രഹിച്ചു. അമ്മ പറഞ്ഞതുപോലെ നമ്മൾ ചെന്ന് ആ സ്വർണ്ണമുട്ടയെ തേടി കണ്ടുപിടിച്ചാൽ പിന്നെ ഞാൻ വലിയ ബലശാലിയായി മാറും, പിന്നെ കഴിവുള്ളവനായി മാറും. അതിനുശേഷം എനിക്ക് പേടിയും ഉണ്ടാവില്ല, പിന്നെ എൻ്റെ മാർക്സും അധികമാകും. പക്ഷേ അതിനു വേണ്ടി ഞാൻ ആ മലയുടെ മുകളിൽ ചെന്നാവണം. ഞാനിത് ചെയ്തേ തീരും. ഞാൻ നാളെ ടൂറിലേക്ക് പോവും. ആ സ്വർണ്ണമുട്ടയെ തീർച്ചയായും കൊണ്ടുവരും. അമ്മ പറഞ്ഞത് അർജുനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ദിവസം അർജുൻ ആ മലയിലേക്ക് പോകാനായി ചെന്നു. അവനെ കണ്ടിട്ട് ടീച്ചേഴ്സ് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷിച്ചു. പക്ഷെ യാത്ര തുടങ്ങിയതും തന്നെ അവൻ്റെ മനസ്സിലെ പേടി അവനെ തടയാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതെല്ലാം കടന്ന് അർജുൻ പതുക്കെ പതുക്കെ മുൻപിലോട്ട് ചെന്നു. ശ്രമിച്ചു നോക്കുന്നവർക്ക് എപ്പോഴും തോൽവിയില്ല. അമ്മ പറഞ്ഞു, ശ്രമിക്കുന്നവർക്ക് എപ്പോഴും തോൽവിയില്ല. നിന്നെ കൊണ്ട് പറ്റും അർജുൻ, നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവസാനം അർജുൻ തന്റെ പേടി മാറ്റാൻ ശ്രമിച്ചു. അവൻ അവന്റെ ധൈര്യം അധികമാക്കാൻ ശ്രമിച്ചു. പിന്നെ ഇങ്ങനെ ചെയ്തത് കാരണം അർജുൻ തന്റെ ഫ്രണ്ട്സുകളോടൊപ്പം ആദ്യം ആ വലിയ മലയുടെ മുകളിലേക്ക് ചെന്നെത്തി. ഞാൻ ചെയ്തു കാണിച്ചു. വാവ് അർജുൻ, നീ ശരിക്കും ഇന്ന് കലക്കി കളഞ്ഞു. തീർച്ചയായും ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷേ അടിപൊളി ഞാനല്ല, നമ്മളാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ സ്വർണ്ണമുട്ട എങ്ങോട്ടാണുള്ളത്? സ്വർണ്ണമുട്ടയോ? അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അർജുൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു.
പക്ഷേ മലയുടെ മുകളിൽ ആ സ്വർണ്ണ മുട്ട കിട്ടിയില്ല. വളരെ വിഷമത്തോടെ അവൻ വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിലേക്ക് വന്നതും അവൻ തന്റെ അമ്മയോട് ആ സ്വർണ്ണ മുട്ടയെക്കുറിച്ച് ചോദിച്ചു. അതിന് കിട്ടിയ ഉത്തരം, അവിടെ നിനക്ക് സ്വർണ്ണ മുട്ട കിട്ടിയില്ല, കാരണം അങ്ങനെ ഒരു മുട്ട അവിടെ ഇല്ല. എന്ന് വെച്ചാ അതായത് നീ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയും ധൈര്യശാലിയാകാൻ വേണ്ടിയും സ്വർണ്ണ മുട്ട ആവശ്യമില്ല. നിന്നിലെ പേടിയെ നീ മറികടന്നാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇന്ന് നീ അത് ചെയ്തിരിക്കുന്നു. നേരാണോ? അതെ, ഇന്ന് നിനക്ക് ഉയരങ്ങളോടുള്ള പേടി അവസാനിച്ചു. ആ വലിയ മലയിൽ യാത്ര ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. യേ! അമ്മ പറഞ്ഞത് കേട്ട് അർജുൻ ഒരുപാട് സന്തോഷിച്ചു. ഇത് നേരാണ്. ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടാൻ ഒരു വിചിത്രമായ ശക്തി ആവശ്യമില്ല. നിന്റെ പേടി നശിപ്പിക്കണം, അത്രയും തന്നെ. പിന്നെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കണം.